പറഞ്ഞു പോസ്റ്റ്. ഒരാഴ്ച കഴിഞ്ഞ് പുറത്താക്കി. ഒരു മാധ്യമവും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പുറത്താക്കിയെന്നാണ് എല്ലാവരും തന്നെ. കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞായിരുന്നോ? ആക്കിയായിരുന്നല്ലേ? കണ്ടു. അത് അവളെ ഇവൻ മയക്കി വെച്ചിരിക്കുകയായിരിക്കും. ഓരോ പറഞ്ഞു അതായിരിക്കും. ഉടയിച്ചത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ദ റിയൽ പാർട്ട്, അതല്ലേ? അങ്ങനെയല്ലേ ചോദ്യം? അടുത്ത ചോദ്യമായിട്ട് അതിപ്പോ ഇമാജിനറി പാർട്ട് ചോദിച്ചാലും അത് തന്നെ മെത്തേഡ്, ഒരു വ്യത്യാസവും ഇല്ല. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ദ ഇമാജിനറി പാർട്ട് ഓഫ്, ഈസ് നോട്ട് എന്നില്ല, ഈസ് ദ ഇമാജിനറി പാർട്ട് ഓഫ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ഇമാജിനറി പാർട്ട് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ? Option A, x raised to 4 minus 2x square y square plus y raised to 4. Which of the following is the imaginary part of an analytic function? Option A, x raised to 4 minus 2x square y square plus y raised to 4. Option B, 3x square y plus x square plus y square minus y cube. Option C, s cubed y minus xy cube. Option D, s square y minus xy square. ഇത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഹാർമോണിക് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇമാജിനറി പാർട്ട് ആകണമെങ്കിലും റിയൽ പാർട്ട് ആകണമെങ്കിലും ഹാർമോണിക് ആയിരിക്കും. അപ്പോൾ ഹാർമോണിക് അല്ല ആയിട്ടുള്ള ഏതാണെന്ന് നോക്കിയാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് തന്നെ അത് റിയൽ പാർട്ടെന്നും പറഞ്ഞ് ചെയ്തു, ഇത് വേറെ ഇമാജിനറി പാർട്ടെന്നാക്കി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഹാർമോണിക് ആണോ എന്ന് നോക്കണം. ഒരെണ്ണം ആയെങ്കിൽ അവിടെ അങ്ങ് നിർത്തിക്കണം, പിന്നെ ചെയ്യേണ്ട കാര്യമില്ല. സി വരെ ചെയ്തിട്ട് കിട്ടിയില്ല, ഡി ആയിരിക്കും ചെയ്യേണ്ട കാര്യവുമില്ല. ആദ്യത്തെ ഹാർമോണിക് ആണോ? അല്ല. അപ്പോൾ സോ ഇറ്റ് ഈസ് നോട്ട് ദ റിയൽ പാർട്ട്, അല്ല, നോട്ട് ദ ഇമാജിനറി പാർട്ട് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. ഏതാണ്? ഈസ് നോട്ട് ദ
ഇമാജിനറി പാർട്ട് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. ഓപ്ഷൻ ബിയോ ചെയ്തോ? അത്ര ആയില്ലല്ലേ? രണ്ടാമത്തെ ഹാർമോണിക് ആണോ? അല്ല. അപ്പോൾ അതും ഇത് റിയൽ ഇമാജിനറി പാർട്ട് അല്ലെന്ന് എഴുതണം. ഈ മൂന്നാമത്തെ ചെയ്തോ? അത് ഹാർമോണിക് ആണോ? സോ ഇറ്റ് ഈസ് ദ ഇമാജിനറി പാർട്ട് ഓഫ് ആൻ അനലിറ്റിക്. നാലാമത്തെ ചെയ്യേണ്ട കാര്യമില്ല ഇനി. അല്ലാത്ത ആയിരിക്കത്തില്ല ചെയ്താൽ. എന്താ എല്ലാവരും കഴിഞ്ഞെങ്കിൽ അടുത്തത് പറയാം. കഴിഞ്ഞോ? എഴുതി. മൂന്നാമത്തെ ചെയ്തോ? മൂന്നാമത്തെ ഹാർമോണിക് അല്ല അല്ലേ? അല്ല, മൂന്നാമത്താണ് ഹാർമോണിക് ആയിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ദ ഇമാജിനറി പാർട്ട് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇപ്പോൾ ഡി ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത ചോദ്യമായിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് നോട്ട് അനലിറ്റിക് അറ്റ് z equal to 0? Which of the following functions is not analytic at z equal to 0? ഓപ്ഷൻ അത് VHSC 2006 ചോദ്യമാണ്. ഓപ്ഷൻ എ ടാൻ ഇസഡ്, ഓപ്ഷൻ ബി കോട്ട് ഇസഡ്, ഓപ്ഷൻ സി ഇ റേസ് ടു ഇസഡ്, ഓപ്ഷൻ ഡി ഇസഡ് സ്ക്വയർ. VHSC 2006 ഇട്ടേക്കണേ. കാരണം ഈ പഠിക്കുന്നവരെല്ലാം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയുള്ളത് പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് അത് എഴുതുന്നത്. VHSC 2006. ഓപ്ഷൻ ആൻസർ ടാൻ ഇസഡ്, കോട്ട് ഇസഡ്, ഇ റേസ് ടു ഇസഡ്, പിന്നെ ഇസഡ് സ്ക്വയർ. ഇത് ഇ റേസ് ടു ഇസഡും ഇസഡ് സ്ക്വയറും എൻ്റയർ പ്ലെയിനിലും അനലിറ്റിക് ആണ്. അതായത് നമ്മൾ കാൽക്കുലസിൽ പഠിക്കുന്ന ഡെറിവേറ്റീവ്സ് എല്ലാവേ. അല്ലെങ്കിൽ അതിൻ്റെ ഫ്രാക്ഷനായിട്ട് വരുമ്പോൾ ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റിലാണ് അനലിറ്റിക് അല്ലാത്ത. ഇത് ഫ്രാക്ഷനേ അല്ലല്ലോ ഈ റേസ് ടു ഇസഡും. പിന്നുള്ളത് ടാൻ എന്ന് പറയുന്നത് സൈൻ ബൈ കോസ്. കോസ് 0 ആവുന്ന എവിടെയാണ്? 5/2 പിന്നെ -5/2, 3π/2. അതിനകത്ത് 0 ഇല്ലല്ലോ. 0യിൽ ഇത് അനലിറ്റിക് ആണ്. അപ്പോൾ ഓപ്ഷൻ എ അല്ല ആൻസർ. കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ഇസഡ് ബൈ സൈൻ ഇസഡ്. സൈൻ ഇസഡ് 0 ആകുന്നിടത്ത് ഇത് അനലിറ്റിക് ആവത്തില്ല. അതിനനുസരിച്ച് 0 ആകുന്നിടത്ത് 0 ഉണ്ട്, പൈ ഉണ്ട്, -π അങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ കോട്ട് ഇസഡ് ആണ് ആൻസർ. അതൊന്ന് എഴുതണം. ആൻസർ പറയാം. ഇ റേസ് ടു ഇസഡ് ആൻഡ് അത് ഈ രണ്ട് ഓപ്ഷൻ ഒരിക്കലും കൊടുക്കരുതാത്തതാണ്. പൊട്ടന്മാർക്ക് ഒരു വിവരവും ഇല്ല. അത് കാണുമ്പോഴേ അറിയത്തില്ല എല്ലാവർക്കും. കോട്ട് സൈൻ അതുപോലെ സൈൻ പറഞ്ഞാലും പറ്റത്തില്ല. അല്ലാതെ എന്തെങ്കിലും കൊടുക്കാൻ മതിയേ. ഇ റേസ് ടു ഇസഡ് ആൻഡ് ഇസഡ് സ്ക്വയർ ആർ അനലിറ്റിക് ഇൻ ദി എൻ്റയർ പ്ലെയിൻ. പിന്നെ ടാൻ ഇസഡ് ഈക്വൽ ടു സൈൻ ഇസഡ് ബൈ കോസ് ഇസഡ്.
പിന്നെ tan z is not analytic at z if tan z is not analytic at z if cos z equal to 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് z equal to പ്ലസ് ഓർ മൈനസ് പൈ ബൈ 2. പിന്നെ വരുന്നത് 270 ആണ്. അതായത് 3π പ്ലസ് പ്ലസ് ഓർ മൈനസ് 3π/2 പ്ലസ് ഓർ മൈനസ് 5π/2 എക്സെട്ര. അതിനകത്ത് 0 ഇല്ലല്ലോ അല്ലേ. സോ tan z ഈസ് അനലിറ്റിക് അല്ല, സോ എന്ന് വേണ്ട, tan z ഈസ് അനലിറ്റിക് അറ്റ് ഓൾ ദ റിമൈനിങ് പോയിന്റ്സ്. Therefore tan z is analytic at z equal to 0. പിന്നെ cot z എന്നുള്ളത് cos z by sin z. Cot z is not analytic at z if sin z equal to 0. Sin z equal to 0. That is sin z 0 ആവുന്ന z, that is z equal 0, പ്ലസ് ഓർ മൈനസ് പൈ പ്ലസ് ഓർ മൈനസ് 2π എക്സെട്ര. അതിനകത്ത് 0 ഉണ്ടല്ലേ. സോ cot z is not analytic at z equal to 0. Cot z is not analytic at z equal to 0. ചോദിച്ചിരിക്കുന്നത് 0യിൽ അനാലിറ്റിക് അല്ലാത്ത ഏതാണെന്നൊരു എഴുതേണ്ടത്. ഏതാ എഴുതണ്ടേ? cot z ആണ് ആൻസർ. അതായത് ഓപ്ഷൻ സി ഡി ആണ് അല്ലേ. എന്താണ് സംശയം? ഇല്ല. ഏതാ? 1/z ഉണ്ടെങ്കിൽ 0യിൽ അനാലിറ്റിക് അല്ല. അത് അങ്ങനെ വരത്തില്ലല്ലോ. രണ്ടെണ്ണം ഒരു ചോദ്യത്തിനകത്ത് വരത്തില്ല. ഉത്തരം വരുത്തിയല്ലോ. പിന്നെ അടുത്ത ചോദ്യമായിട്ട് which of the following is not analytic at C minus singleton 0. അതും HSC 2006 തന്നെയാണ്. Which of the following is not analytic at C minus singleton set 0? Option A sin 1/z, B sin z, B C cot z, D e raised to 1/z. C മൈനസ് സിംഗിൾട്ടൺ 0യിൽ നോട്ട് അനലിറ്റിക് എന്ന് പറഞ്ഞാൽ 0 ഒഴിച്ചുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ അനാലിറ്റിക് അല്ലാതെ വരണം. ഏതായാലും സൈനിസഡ് എല്ലായിടത്തും അനലിറ്റിക് അല്ലേ, അപ്പം അതായിരിക്കത്തില്ല ആൻസർ. പിന്നെ ഇ റൈസ് ബേസ്ഡ് അനലിറ്റിക് അല്ലാത്ത എവിടെയാണ്? 0യിലാണ് അനലിറ്റിക് അല്ലാതെ. 0 ഒഴിച്ച് എല്ലായിടത്തും അനലിറ്റിക് ആണ്, അപ്പം അതല്ല ഉത്തരം. sin 1/z ആയാലും ഇതുപോലെ തന്നെ. അത് ഒരു അനലിറ്റിക് അല്ലാത്ത ഒറ്റ പോയിന്റേ ഉള്ളൂ, 0യിൽ മാത്രം. cot z ആണെങ്കിൽ 0യിലുണ്ട്, പൈയിലുണ്ട്, അപ്പോൾ C മൈനസ് 0യിലുണ്ടല്ലോ. അതാണ് ആൻസർ. ഇത് അന്ന് പലരും തെറ്റിച്ച് sin 1/z കിട്ടേ അങ്ങ് താങ്ങി അത് എഴുതിയവരുണ്ട് ഒത്തിരി പേര്. e raised 1/z എഴുതിയവരും കാണും. അത് 0യിൽ അനലിറ്റിക് അല്ലാത്തതാണ് ആണ് ചോദ്യമെങ്കിൽ ഈ sin 1/z e raised 1/z എഴുതാം. ഇത് അങ്ങനെയല്ലല്ലോ. C മൈനസ് സിംഗിൾട്ടൺ 0 ചോദ്യം കണ്ട ഉടനെ അങ്ങ് എഴുതിയവരുണ്ടെന്ന്. അപ്പോൾ ആൻസർ എഴുതുക. Sin z is analytic in the entire plane. പിന്നെ
e raised to 1 by z is നോട്ട് അല്ലെങ്കിൽ രണ്ടും ഒന്നിച്ച് എഴുതാം. സൈൻ 1 ബൈ ഇ റേസ് ടു 1 ബൈ സെഡ് ആൻഡ് സൈൻ 1 ബൈ സെഡ് രണ്ടും കൂടെ ഒന്നിച്ച് എഴുതിക്കും. ഇ റേസ് ടു 1 ബൈ സെഡ് ആൻഡ് സൈൻ 1 ബൈ സെഡ് ആർ നോട്ട് അനാലിറ്റിക് അറ്റ് സെഡ് ഈക്വൽ ടു 0 and analytic at all the remaining points. പിന്നെ സൈനസൈഡീസ് അല്ല അങ്ങനെ വേണ്ട. സോ സൈൻ 1 ബൈ സെഡ് ആൻഡ് ഇ റേസ് ടു 1 ബൈ സെഡ് ആർ അനാലിറ്റിക് ഇൻ സി മൈനസ് സിംഗിൾട്ടൺ 0 എന്ന് പറയാം അല്ലേ. ഇനി അവസാനം കോർട്ടിസെഡിൻ്റെ പറഞ്ഞില്ലല്ലോ. കോർട്ടിസെഡ് ഈസ് നോട്ട് അനാലിറ്റിക് അറ്റ് z equals 0, plus or minus pi, plus or minus 2 pi, etc. So cortisol is not analytic in C minus singleton 0. ഇതും VHSC 2006 തന്നെ അന്ന് രണ്ട് പരീക്ഷ നടന്നു. VHSCക്ക് തന്നെ ജൂനിയറും സീനിയറും. ഒരെണ്ണം ജൂനിയറും ഒന്ന് സീനിയറുമായിട്ട് ചോദിച്ചതാണ്. ഇപ്പം അങ്ങനെ ഇല്ല. അന്ന് 4 പരീക്ഷ നടന്നു. HSST 2, VHSC 2, 4. ഇപ്പോൾ VHSCക്കായിട്ട് വിളിക്കുന്നേ ഇല്ല. കഴിഞ്ഞ തവണയും 2013 നടന്നത് ഒറ്റ പരീക്ഷയായിരുന്നു. 4-നും കൂടെ ഒറ്റ പരീക്ഷ. ഇപ്പം VHSC ഉള്ളൂ. HSST അല്ല, തിരിച്ച് അല്ലേ, HSST ഉള്ളൂ, VHSC ഇല്ല. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ സീനിയറിന് നിയമനം ഇല്ല. ഇതിന് ജൂനിയറിനെ പ്രൊമോട്ട് ചെയ്ത് സീനിയർ ആക്കുക കുറേ കൊല്ലം കഴിയുമ്പോഴേ. അന്ന് നേരിട്ട് നിയമനം ഉണ്ടായിരുന്നു. സീനിയറിന് ശമ്പളം കൂടുതലുണ്ട്, കൂടുതൽ പീരീഡ് പഠിപ്പിക്കാനുണ്ട്. ജൂനിയറിന് ദിവസം 3 പീരീഡാണ് ഉള്ളതെങ്കിൽ അവർക്ക് 5 കാണും. ശമ്പളം കൂടുതലുണ്ട്. നമ്മൾ വളരെ കൂടുതലുണ്ട്. ഒരാൾക്ക് 30,000 മറ്റത് 45,000 കാണും. ഇപ്പൊ ജൂനിയർ നിയമനമേ ഉള്ളു നേരിട്ട്. അന്ന് ആദ്യം തന്നെ നിയമനം സീനിയറുള്ള ഇംഗ്ലീഷിലുള്ളവരെ സീനിയറായിട്ട് നിയമനം കിട്ടി. 2000 അത് വല്ല ഈ റിസർവേഷൻകാരായിരിക്കും, നമ്മൾ അറിയത്തില്ല. വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ജനറൽ കാറ്റഗറി ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാതിരിക്കത്തില്ലല്ലോ. അതല്ല, വല്ല ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കും. ആണ്ടിൽ ഓരോ തവണ വിളിക്കും. നിങ്ങൾക്ക് 5 കൊല്ലം കൂടുമ്പോൾ വിളിച്ചാൽ ഇവരെ ഈ SC ST വൈ ട്രാൻസ്ഫറിനൊന്നും വിളിച്ചിട്ടില്ല. NC ആയിരിക്കും ഉണ്ടെങ്കിൽ, എനിക്കറിയത്തില്ല. മറ്റേ കൊണ്ട് നിങ്ങൾ അറിയാതിരിക്കത്തില്ലല്ലോ. എന്താണ് കംപ്ലീറ്റ് ആക്കിയോ പറഞ്ഞു. കോർട്ടിസോൾ ഈസ് നോട്ട് അനാലിറ്റിക് ഇൻ C മൈനസ് സിംഗിൾട്ടൺ 0. അപ്പോൾ അതാണ് ആൻസർ. അതായത് ഏതാണ്? ഓപ്ഷൻ C ആണ്. പിന്നെ അടുത്ത ചോദ്യം, ദ ഫംഗ്ഷൻ മോഡ് Z സ്ക്വയർ ഈസ്, ഇതും 2006 HSST ആണ്. ദി ഫംഗ്ഷൻ മോഡ് Z സ്ക്വയർ ഈസ് ഓപ്ഷൻ A അനാലിറ്റിക്, ഓപ്ഷൻ B ഹാർമോണിക്, ഓപ്ഷൻ C സബ് ഹാർമോണിക്, ഓപ്ഷൻ D നൺ ഓഫ് ദീസ്. ഇതിൽ ഈ സബ് ഹാർമോണിക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ല. ഹാർമോണിക് എന്ന് പറഞ്ഞാൽ ∂2u/∂x² പ്ലസ് ∂2u/∂y² 0 എന്നുള്ളതാണ്. അത് പോസിറ്റീവ് ആണെങ്കിലാണ് ഈ സബ് ഹാർമോണിക് എന്ന് പറയുന്നത്. ഇതിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 4 വരും. സബ് ഹാർമോണിക് എന്നുള്ളതായിരിക്കും ഉത്തരം. പിന്നെ ഇത് അനലറ്റിക് അല്ലെന്ന് നേരത്തെ പഠിപ്പിച്ചതാണ്. ഹാർമോണിക്കും അല്ല. എൻ്റെ കാരണം മോഡ് Z² എന്ന് പറയുന്നത് Z = u+iv ആണെങ്കിൽ മോഡ് Z² എത്രയാണ്? x² + y അല്ല, അങ്ങനെയല്ല. Z x + iv ആണെങ്കിൽ മോഡ് Z² ഈസ് x² +
ഐ സ്ക്വയർ അതിൻ്റെ ലാപ്ലേസ് അതിൻ്റെ എടുക്കുമ്പം 4 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 0 അല്ല, പോസിറ്റീവാണ്. അതുകൊണ്ട് സബ് ഹാർമോണിക് ആയിരിക്കും. അതൊന്നും എഴുതണം. സബ് ഹാർമോണിക്കിൻ്റെ ഡെഫിനേഷൻ സബ് ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് എഴുതും. The function u is said to be subharmonic. U is said to be subharmonic if dou square u by dou x square plus dou square u by dou y square is greater than 0. പിന്നെ ബാക്കി കാര്യം പഠിപ്പിച്ചതാണ്. ആൻസർ എഴുതിക്കോ, ബാക്കി എഴുതേ. മോഡ് ഇസഡ് സ്ക്വയർ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഇസഡ് ഈക്വൽ 0. പഠിപ്പിച്ച കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചാണ്. മോഡ് ഇസഡ് സ്ക്വയർ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഇസഡ് ഈക്വൽ 0 ആൻഡ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് ഓൾ ദ റിമൈനിങ് പോയിന്റ്സ്. ആൻഡ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് ഓൾ ദ റിമൈനിങ് പോയിന്റ്സ്. ഒരു പോയിന്റിൽ അനലിറ്റിക് ആകണമെങ്കിൽ ആ പോയിന്റിലും അതിൻ്റെ ഏതെങ്കിലും ഒരു നെയ്ബർഹുഡ് മുഴുവൻ പോയിന്റിലും ഡിഫറൻഷ്യൽ ആണ്. 0 മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇത് 0 അനലിറ്റിക് അല്ല. സോ മോഡ് ഇസഡ് സ്ക്വയർ ഈസ് നോട്ട് അനാലിറ്റിക്. മോഡ് ഇസഡ് സ്ക്വയർ ഈസ് നോട്ട് അനാലിറ്റിക് അറ്റ് ഇസഡ് ഈക്വൽ 0. പിന്നെ ഇത് ഹാർമോണിക് ആണോ എന്ന് നോക്കണം. മോഡ് ഇസഡ് സ്ക്വയർ എത്രയാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? അപ്പം ഡോ ബൈ ഡോ എക്സ് എത്ര കിട്ടും? ടു എക്സ് വരും ഇല്ലേ? ഡോ ബൈ ഡോ വൈയോ 2y ഇല്ലേ? ഡോ സ്ക്വയർ ബൈ ഡോ എ സ്ക്വയർ ഓഫ് മോഡ് ഇസഡ് സ്ക്വയർ 2 അല്ലേ? രണ്ടും 2 ആണല്ലേ? അത് 2 + 2 4. അത് 0 അല്ലല്ലോ, പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ആകുമ്പോൾ സബ് ഹാർമോണിക് എന്ന് പറയും അല്ലേ? ആൻഡ് നോട്ട് ഹാർമോണിക് അല്ലേ? ഈസ് നോട്ട് ഹാർമോണിക്. അങ്ങനെ ഈസ് നോട്ട് ഹാർമോണിക് ബട്ട് സബ് ഹാർമോണിക്. 0 ആകുമ്പോഴാണ് ഹാർമോണിക് ആകുന്നത്. ഇന്ന് ഞാനിത് ആവി കൊണ്ട് രാവിലെ ആവി കൊള്ളുന്ന കേട്ടിട്ടില്ലേ? കഫമുണ്ട്. അത് കുടത്തിനകത്തെ തിളപ്പിച്ചിട്ട് തുണിയൊക്കെ മൂടി പതപ്പൊക്കെ ഇല്ല, അത് വേറെ. ഇത് തുളസിയുടെ കഷായമൊക്കെ കുടിക്കുന്നു. കാപ്പിയല്ല, തുളസി കാപ്പിയല്ല ഇത്. തുളസി ഇല ഇട്ടിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് കുടിക്കും. നല്ല ഗൗരവമുള്ളതാണ് തുളസി എന്ന് പറയുന്നത്. ആ പോപ്പ പരിപാടിയല്ല.
കുറച്ച് പെട്ടെന്ന് പോകത്തില്ല അലോപ്പതി കഴിക്കുന്നത്. അതുകൊണ്ട് അത് വിടുന്നുണ്ട്, അത് വിടുന്നുണ്ട്. അങ്ങനെയാണ്. അത് തിളപ്പിച്ചിട്ട് കുടിക്കും, 2 തവണ കുടിച്ചത്. പെട്ടെന്നൊന്നും ഇത് ഏക്കത്തില്ല ഇതൊന്നും. അലോപ്പതി തുളസി ഇഷ്ടം പോലെ ഉണ്ട് വീട്ടിലെ. അത് പോകത്തുമില്ല. വേനലാവും തന്നെ പോവും, പിന്നെ മഴയാവും പിന്നെയും പോകും. വിത്ത് വീഴും. മുറ്റത്തെല്ലാം ഇതാണ്. ഈ ടൈൽസിനിടയിൽ കൂടെ ഒക്കെ കിളുത്ത് വരുന്നത്. പറിച്ചാൽ പറയത്തുമില്ല. വേറെ എങ്ങും ഇടയില്ല അതിന്, ടൈലിനിടയിൽ കൂടെ കിളുത്ത്. ഒത്തിരി ഉണ്ട്. വേനലാകുമ്പോ ഇത് തന്നെ അപ്രത്യക്ഷമാവും. നല്ലത്, അങ്ങനെ പറിച്ചു കളയുന്നില്ലല്ലോ. പിന്നെ പിന്നെ ഇടയ്ക്കൊക്കെ ശകലം മഴയൊക്കെ നനഞ്ഞൊക്കെ വരും, ചെറിയ ചാറ്റിലൊക്കെ ഉള്ള. അല്ല, അത് അങ്ങനെയായാലും കുറച്ച് താഴും, കുറച്ചൊക്കെ താഴും മഴ നനഞ്ഞ. ചിലപ്പോ ഒരു തുള്ളിയൊക്കെ വീഴുമ്പോ നമ്മള് കുടയൊന്നും എടുക്കത്തില്ല, അങ്ങനെയൊക്കെ നനഞ്ഞൊക്കെ വരും. പണ്ടൊക്കെ ഇഷ്ടംപോലെ നനയുമായിരുന്നു. ഞാൻ ഈ കോളേജിൽ പഠിക്കുമ്പോൾ ദിവസവും അടുപ്പിച്ച് കുട, അന്ന് ഈ കാലം കുടയാണ് വലിയ നീളമുള്ളത്. ബസ്സിൽ വെച്ചോ കോളേജ് വെച്ചൊക്കെ നഷ്ടപ്പെടും. മറക്കുന്നത് കൊണ്ട് ബസ്സിലൊക്കെ വേറെ അടിച്ചെടുത്തോണ്ട് പോകും, തൂക്കിയിടും കമ്പിയേല്, അങ്ങനെ കൊണ്ടുപോകും. പിന്നെ മറന്നു പോകുന്നത് കൊണ്ട് ഇങ്ങനെ കുറെ പിന്നെ കുട മേടിക്കത്തില്ല, നനഞ്ഞങ്ങ് പോകും. അതിപ്പോഴല്ലേ, ഇത് ഞാൻ 50 കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അന്ന് റെയിൻകോട്ട് ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. റെയിൻകോട്ട് ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിലും ആരും ഉപയോഗിക്കുന്നില്ല അന്നത്തെ കാലത്ത്. ഇപ്പോഴും റെയിൻകോട്ട് ഉപയോഗിക്കുന്നത് ഇത് ബൈക്കേ പോകുന്നവരില്ലേ, ബൈക്കേ പോകുന്നവരല്ലേ അത് ഉപയോഗിക്കുന്നത്. അല്ലാതെ നടന്നു പോകുന്നവരാരെങ്കിലും ഇങ്ങനെ പോകും? അങ്ങനെ പോകുന്നവരുണ്ടോ എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു 6 മാസം കുടയില്ലാതെ നടന്നു. അന്ന് നടക്കണം ഒത്തിരിയേ, വീടിൻ്റെ അതിലെ ബസ്സില്ല അന്ന്. ബസ് റോഡിന് പണി 2 കിലോമീറ്റർ നടക്കണം, 2.25 നടന്നാണ് പോകുന്നത്. മഴ വന്നങ്ങ് നനയും, ചെറിയ മഴയൊക്കെ ആണെങ്കിൽ നനയും, വലിയ മഴയാണെങ്കിൽ എവിടെയെങ്കിലും കയറി നിൽക്കും കടയിലൊക്കെ. 2-3 കുട ഒരു കൊല്ലം കൊണ്ട് പോയി. അന്ന് ഇങ്ങനത്തെ ഈ 2 ഫോൾഡും 3 ഫോൾഡും കൂടെ ഇല്ല അന്നത്തെ കാലത്ത്. അല്ല, അത് പിന്നെ കയ്യിൽ വെക്കും മിക്കവാറും, അല്ലെ ബാഗിൽ വെക്കും. ബസ്സിൽ കയറി കഴിഞ്ഞാല് അവിടെ, അതെ അങ്ങനെയൊക്കെയാണ്, അത് ശരിയാണ്. ഇവിടെ തൂക്കിയിടും, ബസ്സിൽ കയറി അങ്ങനെ തൂക്കിയിടും അല്ലല്ലോ, എവിടെയെങ്കിലും സൈഡിൽ തൂക്കിയിടും. അവിടുത്തെ പിടിക്കുകയും ചെയ്തു. എൻ്റെ കൂടെയല്ല, പാണ്ടിക്കാരെ ബസ്സിൽ കയറും. ഒരു 40 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. ഇവൻ കയറിയപ്പോഴേ, എൻ്റെ കൂടെയൊന്നും അല്ല, വേറെ ആരാണ്ട് ഇട്ടതാ. ഇവന് അന്നേരം തൊട്ട് ഞാൻ ഇവനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഒരുത്തിനെ കയറി പിടിക്കാനൊക്കത്തില്ല.
ഇവൻ ഇറങ്ങാൻ നേരത്തെ ഈ കുട എടുത്തോണ്ട് പോയി. ഞാൻ ചോദിച്ചു നിന്റെ കുടയാണോടാ? ഞാൻ വെച്ചു പോയി. അന്നൊക്കെ പാണ്ടിക്കാർ ഒത്തിരി ഉണ്ട്, തമിഴര്. ഇപ്പൊ ആരും കേരളത്തിലില്ല. അതിന് പകരം ബംഗാളി, ബീഹാറി ഒക്കെ. അതെ, അവര് കൊല്ലുന്നുണ്ടല്ലോ. ഒരു വീട്ടില് 4 പേരെ കൊന്നു കോട്ടയത്ത് ഒരു 5-6 കൊല്ലം മുമ്പ്. ഏതാണ്ട് ഫാക്ടറി ഏതാണ്ടാന്ന് തോന്നുന്നു. ആദ്യം എൻ്റെ ഉടമസ്ഥനെ കൊന്നു. അയാളെ കാണാൻ എന്നും മക്കളോ ആരാണ്ട് ചെന്നപ്പോ ഓരോരുത്തനെ കൊന്നു. ഒരു 5-6 കൊല്ലം മുമ്പ്. ഒരു 5-6 കൊല്ലം മുമ്പ് കോട്ടയത്തുണ്ടായ കാര്യമാണ്. 3-4 പേരെ കൊന്നു ഇവൻ. എന്നിട്ട് അവൻ രക്ഷപ്പെട്ടു പോയി. പിന്നെ പിടിച്ചെന്ന് തോന്നുന്നു. കോട്ടയത്ത് തിരുവഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. എന്തേലും അവന് പിണക്കോ അല്ലെങ്കിൽ പൈസ കിട്ടാനോ, പൈസ അടിച്ചെടുത്തോണ്ട് പോയായിരിക്കും. ബംഗാളികൾ ഇവിടെയോ? ഇവിടെ വീടിന്റെ പണിയൊക്കെ നമ്മളല്ലോ, കോൺട്രാക്ടർ അല്ലേ. അപ്പൊ അല്ല, അതിനൊന്നും ബംഗാളികളൊന്നുമില്ല, അവിടെ ഉള്ളവർ തന്നെ. ഇപ്പൊ ഈ പശുവിനെ നോക്കുന്ന ആള് തന്നെയാണ് കിളയ്ക്കാനൊക്കെ ഉള്ളപ്പം വിളിക്കുന്നത്. പശുവിനെ നോക്കാൻ, പുല്ല് പറിക്കാനാണ് ഒരാളുണ്ട്. അതിന് 100 രൂപയാണ് അതിന് കൂലി, ഒരു ദിവസം പുല്ല് പറിക്കുന്നത്. വീട്ടിൽ നിന്ന് തന്നെയല്ല പറിക്കുന്നത്, എവിടുന്നെങ്കിലും പറിച്ചോണ്ട് വരും. പിണ്ണാക്ക് കൊടുക്കും, തേങ്ങാ പിണ്ണാക്ക്. പിണ്ണാക്ക് കൊടുക്കും. വൈക്കോല് ഇപ്പം കൊടുക്കുന്നില്ല, പുല്ലില്ലാത്തവൻ വൈക്കോല് മേടിക്കും. പാലുള്ള ഇപ്പൊ കറവയില്ല അതിന്. കുട്ടി കറവ കഴിഞ്ഞതിന്, ഇനി പ്രസവിക്കണം. ഇനി 5-8 മാസം പിടിക്കും. കുട്ടിയൊന്നും കൊടുക്കാറില്ല. അത് വളർന്ന് അത് പ്രസവിക്കും വീണ്ടും, പിന്നെ അത് പ്രസവിക്കുമ്പോ അതിനെ കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. ഒരു കുട്ടിക്ക് 1 വയസ്സുള്ളതിനൊക്കെ വിറ്റാല് ഒരു 15,000 ഒക്കെ കിട്ടും. അത്ര കിട്ടത്തുള്ളൂ. പോത്തിനാണ് കൂടുതൽ വിലയുണ്ട്. ഉണ്ട്. ഞങ്ങൾ പോത്തിനെ ഒന്നും വളർത്തുന്നില്ല. ഇല്ലില്ല, പശുവിനെ കൃഷി എന്ന് പറയാൻ ഫാമൊന്നും ഇല്ലേന്. 2-3 പശുവുള്ള ഫാമെന്ന് പറയാൻ. 3 പശുവിന് അതിന്റെ കുട്ടികളാണ്. വലിയ പശുവിന് 3.5 വയസ്സേ ആയുള്ളൂ. അതിന്റെ ഫാമെന്ന് എങ്ങനെയാ വിളിക്കുന്നത്? 3.5 വയസ്സുള്ള ഒന്ന്, അതിന്റെ അനിയത്തി ഒന്ന്, അതിന്റെ മകളൊന്ന്, അങ്ങനെ 3 എണ്ണം. അങ്ങനല്ല പറഞ്ഞു. വലുതിന്റെ അനിയത്തി, വലുതിന്റെ മകള്. പേര് ഒക്കെ ഈ അതിന്റെ പേര് അവൻ പേരൊക്കെ വിളിക്കും. ഈ അനിയത്തി എന്ന് പറയുന്ന പേര് കുട്ടിമാളു. മറ്റേത് അമ്മിണി എന്നാന്ന് തോന്നുന്നു. എന്നാണ്? ഇല്ലല്ല, അമ്മിണി അല്ല. അത് എന്താ വിളിക്കുന്നത്? അതേതാണ്ടൊരു പേരുണ്ട്. അതേന്ന് വിളിച്ചാൽ അതിനൊന്നും മനസ്സിലാവത്തൊന്നുമില്ല. അത് പട്ടിയൊക്കെയാണ് വിളിച്ച പേര് മനസ്സിലാവും. പശുക്കളെ ഒന്നും അങ്ങനെയല്ല. ഓ, ഇതിനെയൊന്നും വിളിച്ചാ ഒന്നും അതൊന്നും ഇല്ലില്ല. ഇതിന് ആഹാരം കിട്ടിയില്ല, കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക.
ദൂരെ നിന്നൊക്കെ നമ്മൾ പോയിട്ട് വരുമ്പം ഗേറ്റ് തുറക്കുമ്പോഴേ നമ്മുടെ സൗണ്ടൊന്നും കേൾക്കണ്ട, ഗേറ്റ് തുറക്കുമ്പോ ഒരു ശബ്ദമില്ലേ, അത് കേട്ടാ മതി. ആളിന്റെ ശബ്ദമൊന്നും കേൾക്കണ്ട, കൊണ്ട് കൊടുക്കുന്നിടം വരെ കരയും. അടുത്ത ചോദ്യമാണ്, ഇഫ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇത് തുടച്ചാൽ പോകത്തില്ലത്. ഞാനോർത്തു കുറെ കഴിയുമ്പോൾ പോവും, ആദ്യം രണ്ടാമത് എഴുതുമ്പോഴത്തേക്ക് ഇഫ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു e raised to k into cos ky plus I sin ky is analytic. Then k equals options 1, -1, 0, none of this. അനലിറ്റിക് ആണ്, കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണ്ടേ. ഇവിടെ യു എത്ര കിട്ടുന്നു? ഇ റൈസ് ടു എക്സ് കോസ് കെ വൈ എന്നല്ലേ. ഇയോ അപ്പൊ ഈ 4 du by dy minus k e raised to x sin ky അല്ലേ, ഡോ വി ബൈ ഡോ എക്സ് ഇ റൈസ് ടു എക്സ് sin ky, ഡോ വി ബൈ ഡോ വൈ ഇ റൈസ് ടു k ഇ റൈസ് ടു എക്സ് cos ky അല്ലേ. എഫ് ഇസഡ് അനാലിറ്റിക് തന്നിരിക്കും. Analytic implies dou u by dou x equal to dou v by dou y and dou u by dou y equal to minus dou v by dou x എന്ന് പറഞ്ഞാൽ dou u by dou x എന്ന് പറയുന്നത് e raised to x cos ky ആണ്, equal to dou v by dou y k e raised to x cos ky and മറ്റേത്ര ഡോ യു ബൈ ഡോ വൈ എത്രയാണ് എവിടെ എഴുതിയിരിക്കുന്നത്? മൈനസ് കെ ഇ റൈസ് ടു എക്സ് സൈൻ കെ വൈ ഈക്വൽ ടു മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ കെ വൈ ഇല്ലേ. ഇവിടുന്ന് കെ ഈക്വൽ ടു 1 ഈക്വൽ ടു കെ എന്ന് കിട്ടത്തില്ലേ, ആൻഡ് മൈനസ് കെ ഈക്വൽ ടു മൈനസ്, രണ്ടിൽ നിന്നും കെ ഈക്വൽ ടു 1 എന്ന് തന്നെ കിട്ടുന്നത് ഇല്ലേ. അപ്പൊ കെ 1 എന്നുള്ളതാണ് ഉത്തരം. ഇത് ഇവിടെ നിന്ന് തന്നെ കെ 1 എന്ന് കിട്ടിയില്ലേ, പിന്നെ എന്തിനാ രണ്ടാമത്തെ എഴുതി? നിങ്ങൾക്ക് സംശയം തോന്നും, ഓൾറെഡി കെയുടെ ഉത്തരം കിട്ടി, പിന്നെ എന്തിനാ അത് എഴുതിയെന്ന് ഇല്ലേ, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അത് കാരണം പറയാതിൻ്റെ
ചോദ്യം ഇങ്ങനെയായിരുന്നു വിചാരിക്കുക, 2i എന്നുണ്ടായിരുന്നു വിചാരിക്കുക. അപ്പൊ u എത്രയാണ്? cos ky. vയോ 2e raised to x sin ky. അപ്പൊ ഡോ യു ബൈ ഡോ എക്സ് എത്ര കിട്ടുന്നത്? e raised to x cos ky du by dy minus k raised to x sin ky ഡോ ബൈ ഡോ എക്സോ 2e raised to x sin ky ഡോ ഇ ബൈ ഡോ വൈ എന്ത് കിട്ടും? 2k e raised to x cos ky എന്ന് കിട്ടും ഇല്ലേ? അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു, അതിൽ നിന്ന് എന്താ കിട്ടുന്നത്? എന്ത് കിട്ടുന്നത് ഇതിൽ നിന്ന്? ഇ റൈസ് ടു എക്സ് കോസ് കെ വൈ ഈക്വൽസ് 2k ഇ റൈസ് ടു എക്സ്, അല്ല അതാണോ? അതെ, 2k ഇ റൈസ് ടു എക്സ് കോസ് കെ വൈ ആൻഡ് ഡോ യു ബൈ ഡോ വൈ മൈനസ് കെ ഇ റൈസ് ടു എക്സ് സൈൻ കെ വൈ ഈക്വൽസ് മൈനസ് 2k, അല്ല മൈനസ് 2 ഇ റൈസ് ടു എക്സ് സൈൻ കെ വൈ. ഇതിൽ നിന്ന് 1 ഈക്വൽസ് 2k എന്ന് കിട്ടും അല്ലേ? ഇവിടുന്നോ മൈനസ് കെ ഈക്വൽ ടു മൈനസ് 2. 1 ഈക്വൽസ് 2k എന്ന് k എത്രയായിരിക്കും? ഹാഫ്. ഇവിടെയോ? അപ്പോൾ ഉത്തരം k ഈക്വൽസ് 1 or 2 എന്ന് എഴുതണം. പിന്നെന്താ എഴുതേണ്ടത്? അങ്ങനെയല്ല, ഇതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുകയല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വി കനോട്ട് ഫൈൻഡ് k such that this function is analytic എന്നാണ് എഴുതേണ്ടത്. ഇവിടെ 2 1 കിട്ടിയത് കൊണ്ടാണ് അത് ഉത്തരം എഴുതാൻ സാധിക്കുന്നത്. ഡിഫറൻറ്റ് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും സാധ്യം അല്ലെന്നുള്ളതാണ്. അല്ലാതെ കെയ്ക്ക് 2 വാല്യൂ ഉണ്ടെന്നല്ല എഴുതുന്നത്. ആദ്യത്തേന് കോൺട്രഡിക്റ്റ് ചെയ്യുവാണ് മറ്റേത്. അതിനാണ് മറ്റേതും കൂടെ ഞാൻ എഴുതിയത്, കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ലെന്ന് കാണിക്കാനാണ്. ഇതൊന്നും എഴുതിയെടുക്കാൻ പറഞ്ഞതല്ല. ആൻസർ എഴുതിയെടുത്തോ. ഇത് ഇത്രയും സമയം ഇല്ലാതെ കണ്ടുപിടിക്കുന്ന പറയാം, ഒറ്റ നോട്ടത്തിൽ അറിയുന്നത്. അതിന് ഈ റിസൾട്ട് ആവശ്യമുണ്ട്. അതിന്റെ പ്രൂഫ് പറയാം എങ്ങനെയാന്ന്. ഇ റൈസ് ടു എക്സ് പ്ലസ് ഐ വൈ എന്നല്ലേ? ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നാണ്. അതിൻ്റെ കാരണം വെച്ചാൽ ഓയിലേഴ്സ് ഫോർമുല എന്ന് പറയും. അതായത് ഇ റൈസ് ടു ഐ എക്സ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ്. അപ്പോൾ ഇവിടുത്തെ ഈ ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ അങ്ങനെ തന്നെയല്ലേ കിടക്കുന്നത്. കെ എന്തായിരിക്കും? അത്രയേ ഉള്ളൂ, കാണുമ്പോൾ ഉത്തരം എഴുതാം. ഇതൊന്നും എടുക്കണ്ട. ഈ റിസൾട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് എഴുതിക്കോ. ഓർന്നിട്ട് എഴുതിയാൽ മതി. അല്ല, ഓർന്നിട്ടിട്ട് ഈ റിസൾട്ട് ആദ്യം എഴുതിയിട്ടെ ആ റിസൾട്ട് നിങ്ങൾക്ക് കാണാതെ അറിയാമെങ്കിൽ ഉടനെ K1 എന്ന് എഴുതാം. റിസൾട്ട് ഇ റൈസ് ടു ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. അതിൻ്റെ പ്രൂഫ് ആയിരിക്കും ഇ റൈസ് ടു ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ വൈ ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. അത് ഓയിലേഴ്സ് ഫോർമുല എന്ന് പറയും.
എസ് എന്ന് പറയുന്നത് കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ്. ഇനി ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെ എഴുതാം. e raised to z equal to e raised to x into cos y plus i sin y. ഇവിടെ ഇതായിട്ട് ഇതൊക്കെ ഒരുപോലെ ഇല്ലേ? കമ്പയറിങ് ഒരു ലൈൻ പോലും നിങ്ങൾക്ക് എഴുതേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഉത്തരം എഴുതിയ. മറ്റേതാകുമ്പോൾ 5-6 ലൈൻ എഴുതിയില്ലേ? ഇതൊന്നും വേണ്ട. ഇങ്ങനെ എഴുതുന്നവർക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉത്തരം ഇങ്ങനെ എഴുതാവുന്ന ഒരു 8 എണ്ണമെങ്കിലും കാണും ഒരു പരീക്ഷയ്ക്ക്. പെട്ടെന്ന് എഴുതാവുന്ന കാണുമ്പോഴേ. ഈ ചോദ്യം ചോദിച്ചത് ഇങ്ങനെ അല്ല, ഈ റേഷ്യോ ഇസഡ് ഇട്ടായിരുന്നു. ചിലപ്പോൾ അത് പ്രിന്റിങ് എറർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ റേഷ്യോ ഇസഡ് ഇട്ടിട്ട് കെക്ക് 1 എന്നാണ് കൊടുത്തത്. ഉത്തരം അത് തെറ്റാണ് അന്നത്തെ പരീക്ഷയ്ക്ക്. അതിന് വേറെ ചോദ്യമായിട്ട് പറയാം. ഈ ചോദ്യമായിരിക്കും അവർ ഉദ്ദേശിച്ചത്, കാരണം ഇതിൻ്റെ ഉത്തരമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കാനാണ് ചാൻസ്. അത് അടുത്ത ചോദ്യമായിരിക്കും. ഇഫ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ് ഇൻറ്റു കോസ് കെ വൈ പ്ലസ് ഐ സൈൻ കെ വൈ then k equals ഓപ്ഷൻ എ 1. ചോദ്യം മുഴുവൻ ഞാൻ പറഞ്ഞായിരുന്നു. ഇഫ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് സെഡ് ഇൻറ്റു കോസ് കെ വൈ പ്ലസ് ഐ സൈൻ കെ വൈ ഈസ് അനാലിറ്റിക് എന്ന് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഈസ് അനാലിറ്റിക് ദെൻ കെ ഈക്വൽസ് ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി -1, ഓപ്ഷൻ സി 0. ഞാൻ നാലോളം പറഞ്ഞായിരുന്നോ? ലീവ് നൺ ഓഫ് ദിസ്. ഇത് ചെയ്യാനായിട്ട് ഇത് എക്സും വൈയും ആയിട്ട് മാറ്റണം. ഇത് ഇസഡ് എന്ന് പറഞ്ഞാൽ അല്ല, അതിന് അങ്ങനെ ആക്കുന്നതിനേക്കാൾ പോയി. ഇത് ഇ റേസ് ടു ഐ കെ വൈ എന്ന് എഴുതത്തില്ലേ? അല്ലേ? ഇ റേസ് ടു ഇസഡ് പ്ലസ് ഐ കെ വൈ ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ഐ കെ വൈ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു 1 പ്ലസ് കെ ഇൻറ്റു വൈ എന്ന് എഴുതത്തില്ലേ? അല്ലേ? ഇനി എന്ത് വരും? ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പോൾ മുമ്പത്തെ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കെയുടെ സ്ഥാനത്ത് തന്നെ വന്നു 1 പ്ലസ് കെ. അവിടെ കെ എത്രയായിരുന്നു? 1. അപ്പോൾ ഇവിടെ 1 പ്ലസ് കെ എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ കെ എത്രയായിരിക്കും? അവിടെ പക്ഷേ കെയ്ക്ക് 1 എന്ന് എഴുതിയവർക്കാണ് മാർക്ക് കൊടുത്തത്. അതെന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. എക്സ് എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. എഴുതിയപ്പം ഇങ്ങനെയാണ് കിടക്കുന്നത്. മാർക്ക് കീയിൽ കൊടുത്തത് പിന്നെ എങ്ങനെയാണ് കൊടുത്തതെന്ന് നമുക്കറിയത്തില്ല. കീയിൽ അങ്ങനെയാണോ? ഞാൻ ഇതിനെ ഹൈക്കോടതി കേസിന് പോയി. അങ്ങനെ ഞാൻ അതൊന്നും പരിഗണിക്കത്തില്ല, ഒട്ടും പരിഗണിക്കുകയല്ല. ഞാൻ ഹൈക്കോടതി കേസിന് പോയി. അത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. 30 തെറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതിനാണ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്നോട് പിണങ്ങിപ്പോയ കാര്യം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ആഗസ്റ്റ് 1 കേസ് കൊടുത്തു 2006 കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ കേൾക്കണം, ഇവരുടെ തട്ടിപ്പ്. ആഗസ്റ്റ് 1 കേസ് കൊടുത്തു 2006.
ജൂലൈ 31 ഡേറ്റ് വെച്ച് അതിന് ശേഷം ഇവർ റാങ്ക് ലിസ്റ്റ് ഇറക്കി. എന്നിട്ട് കോടതി പറഞ്ഞ് ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് ഇറക്കി, ഇനി ഞങ്ങൾ എന്നാ ചെയ്യാനെന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് കോടതി എൻ്റെ ഹർജി തള്ളിക്കളഞ്ഞു. എന്നെ തോൽപ്പിക്കാൻ മനഃപൂർവ്വമാണ് ചെയ്തത്. ഇതുപോലെ ഒന്നല്ല പല തെറ്റുകൾ. ഇതിൻ്റെ പേരിൽ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എന്നോട് പിണങ്ങിയും പോയി. റാങ്ക് ലിസ്റ്റ് താമസിക്കുമെന്നും പറയാം. റാങ്ക് ലിസ്റ്റ് നേരത്തെയാണ് വന്നത്. ആർക്കാണ്ട് അറിയാവോ ഇതതിനെ ചാലഞ്ച് ചെയ്യാൻ? അല്ല, ഇത് ആർക്കാണ് അറിയാവുന്നതിന്? ഇത് ഞാൻ അന്ന് പഠിപ്പിക്കുന്നില്ലായിരുന്നു കേട്ടോ. ഈ പരീക്ഷ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയത്. 2006 ഫെബ്രുവരി 13 മറ്റേ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയത്. 14-നായിരിക്കും. 13 പരീക്ഷ നടന്നതാണ്. അല്ല, ഇത് ഇപ്പൊ റാങ്ക് ലിസ്റ്റ് വരുന്ന എന്നാണ് നിയമനം? റാങ്ക് ലിസ്റ്റ് വരണേ എത്ര കൊല്ലം പിടിക്കും? ഇപ്പൊ ക്വസ്റ്റ്യൻ നേരത്തെ ഷോർട്ട് ലിസ്റ്റല്ലേ ആയുള്ളൂ. നേരത്തേക്ക് ഒരു 1.5 കൊല്ലം മിനിമം പിടിക്കുമായിരുന്നു. ഇത് ഫെബ്രുവരി 13 നടന്ന പരീക്ഷ റാങ്ക് ലിസ്റ്റ് ആ വർഷം തന്നെ ആഗസ്റ്റ് 1 ജൂലൈ 31 പബ്ലിഷ്. എത്ര മാസം പിടിച്ചു? 2, 5, 7 മാസം. 2, 5 അല്ലേ 7, 5 മാസം കൊണ്ട് വന്നു. പിന്നെ അവരെന്നോട് എന്തിനാണ് പിണങ്ങുന്നത്? അവർ പറഞ്ഞ് ഞാൻ റാങ്ക് ലിസ്റ്റ് താമസിക്കുന്നത്. പക്ഷേ ഞാൻ കേസ് കൊടുത്തുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് നേരത്തെ വന്നത്. എന്നെ തോൽപ്പിക്കാൻ ഇവന്മാർ മനഃപൂർവ്വം ചെയ്തതാണ്. അല്ല, ഇതൊക്കെ വിജയിക്കുന്ന മീഡിയയുടെ പിന്തുണയുണ്ടെങ്കിലേ പറ്റും. ഒരു വ്യക്തി വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് ഇവർ വാദിക്കുന്നില്ല. അതിന് പകരം ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് ഇറക്കി പോയി. അപ്പോൾ കോടതി അത് പറഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഇറക്കില്ല, ഇനി ഞങ്ങൾ ഇടപെടുന്നില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് PSCയുടെ വക്കീലന്മാർ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വരെ ചോദ്യം ചെയ്തു. ഇയാൾ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണ് എന്ന് പറഞ്ഞ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവചനം അന്നും എഴുതും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കോടതി വിധിച്ചപ്പോൾ അത് പ്രത്യേകം കോടതി വിധി പറഞ്ഞു, ഇയാൾക്ക് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട് എന്നെടുത്ത് വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി വക്കീലിൻ്റെ വാദമൊക്കെ അവിടെ ചീറ്റിപ്പോയി. അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത എന്തിനാണ് നോക്കുന്നത്? ഒരു കുട്ടി പറഞ്ഞാലും ശരിയാണെന്ന് സമ്മതിക്കണ്ടേ? ഇനി വിദ്യാഭ്യാസ യോഗ്യത എന്തിനാണ്? ചുമ്മാ അത് ഇത് എൻട്രൻസ് കമ്മീഷണർക്കും ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എൻട്രൻസിൻ്റെ അപ്പോഴും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഞാനത് കമ്മീഷനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ പറയുന്നത്? അപ്പം പറഞ്ഞു, അത് സാറേ വക്കീൽ അങ്ങനെയൊക്കെ പറയും. അത് വാദമൊക്കെ നടക്കാം. നമ്മൾ സാക്ഷി ഇത് വിസ്താരമൊന്നുമില്ല. ഹൈക്കോടതി കേസ് വിസ്താരമൊന്നുമില്ല. അത് ചെറിയ കോടതിയിലേ ഉള്ളൂ കേസ് വിസ്താരമൊക്കെ. ഇത് വക്കീലന്മാർ തമ്മിലുള്ള വാദമേ ഉള്ളൂ. വക്കീലില്ലാതെ പറ്റത്തില്ല. സ്വന്തമായിട്ട് വേണമെങ്കിൽ ബാധിക്കാം. അതിന് ലോയൊക്കെ അറിയണം. സ്വന്തമായിട്ട് അവരവരുടെ കേസ് വാദിക്കാം, വക്കീലാവണമെന്നൊന്നുമില്ല. അങ്ങനെ വാദിക്കുന്നവരുണ്ട്. അത് നിയമങ്ങൾ കൃത്യമായിട്ട് അറിയണം, അല്ലാതെ വാദിക്കാം. വകുപ്പ് ഏതായാലും ഞാൻ വക്കീലിനെ വെച്ചു. വക്കീലിന് 5,000 മറ്റോ കൊടുത്തു അന്നത്തെ കാലത്ത്. അതിനു മുമ്പ് റാങ്ക് ലിസ്റ്റ് വന്നില്ലേ, പിന്നെ എന്നാ തിരുത്തുന്നത്? ഇതാണ് എനിക്ക് ഇത്രയും ദേഷ്യം ഇവരോടെ. പിന്നെ അന്ന് വന്ന വേറൊരു ചോദ്യമാണ്, ഒരു സെറ്റിൻ്റെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് 16 അങ്ങനെ അതിൻ്റെ കാർഡിനാലിറ്റി എത്രയാണ്, എത്ര എലിമെൻറ്റ്സ് ഉണ്ടെന്ന്. എത്രയാ നിങ്ങൾ പറഞ്ഞ്? 16 സബ്സെറ്റ് ഉണ്ട് ഒരു സെറ്റിന്. എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? 2n അല്ലേ? 2n 16 n എത്രയാ? ഇവര് ഉത്തരം 5-നാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. അതൊരു ഹൈസ്കൂൾ കുട്ടിക്ക് പോലും അറിയാം. ഈ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്.
ക്വസ്റ്റ്യൻ ഒരു സെറ്റിന് 16 സബ്സെറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കാർഡിനാലിറ്റി എത്രയെന്നാണ് ചോദ്യം. കാർഡിനാലിറ്റി നമ്പർ ഓഫ് എലിമെൻറ്റ്സ്. n 16 ആണെങ്കിൽ n 4 ആയിരിക്കും, 5 അല്ല. 4 അതിനകത്ത് ഉത്തരവുണ്ട്, എന്നിട്ട് 5-നാണ് മാർക്ക് കൊടുത്തിരിക്കുന്നത്. ആര് മാറ്റി? അന്നേരത്തെ ഫൈനൽ കീ ആണിത്. പിന്നെ ഞാൻ കേസ് കൊടുത്തപ്പോൾ തന്നെ അന്ന് ശരിക്കും സത്യത്തിൽ റാങ്ക് ലിസ്റ്റ് വന്നത് ആഗസ്റ്റ് 1-ന് ശേഷമാണ്. ഇവർ ജൂലൈ 31 വരെ ഡേറ്റ് വെച്ച് റാങ്ക് ലിസ്റ്റ് ഇറക്കി. ഞാൻ ഈ കേസ് കൊടുത്ത ഉടനെ, കേസ് കൊടുക്കുമ്പോൾ ഇവർക്ക് നോട്ടീസ് ചെയ്യല്ലോ. പിന്നെ വാദം വരുന്ന പിന്നെയല്ലേ, ഒരാഴ്ച കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞായിരിക്കും. അതിന് ആ 31 വെച്ചിട്ട് അതിന് ചോദ്യം ചെയ്യാൻ മീഡിയ വല്ലതും ഉണ്ടോ? ഞാനൊരാൾ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചുമ്മാ പറയാവുന്നല്ലാതെ പിന്നെ ഇങ്ങനെ നാറ്റിക്കാവുന്നേ ഉള്ളൂ. ഇവന്മാർ ഞാൻ എന്നാ എഴുതിയാലും ഇവന്മാർ മിണ്ടത്തില്ലല്ലോ. ഞാൻ ഇവന്മാരെ ഇടയ്ക്കൊക്കെ വെല്ലുവിളിക്കും, അതിനൊന്നും മിണ്ടത്തില്ല. അതിപ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുക. ഇപ്പോൾ ആണെങ്കിൽ അന്ന് ഫേസ്ബുക്കും ഒന്നുമില്ല 2006 ഇപ്പോഴാണ് ഫേസ്ബുക്കിലൊക്കെ ഇടും. അന്ന് പിന്നെ അതൊന്നും ചെയ്യും. ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവചനം എഴുതുമ്പോൾ എൻ്റെ കവർ പേജ് തന്നെ എഴുതും മരെ കളിയാക്കി. എനിക്കന്ന് വേറെ ഒരു ഇതില്ല, സോഴ്സ് ചെയ്യാനുള്ള ഒരു വേദിയില്ല. അല്ലെങ്കിൽ എനിക്ക് തന്നെ ആയാലും ഫേസ്ബുക്കിൽ ഇടാമല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റും. അന്ന് അതൊന്നും പറ്റത്തില്ല. പത്രക്കാരും എല്ലാം കൊടുത്താലേ പറ്റത്തുള്ളൂ, അവർ കൊടുക്കത്തുമില്ല. അത് പിന്നെ ഏതെങ്കിലും ഓൺലൈൻ ചാനലിനെ സമീപിച്ചാൽ മതി, അവർ 2 കൈ നീട്ടി വാങ്ങിച്ചോളും. എന്തെങ്കിലും ഒരു വാർത്ത കിട്ടാനിരിക്കുകയാണ്. അതൊരു പോസിറ്റീവാണ്, അതൊരു നെഗറ്റീവാണ്. അത് കാരണം ആവശ്യമില്ലാത്തതും ഇങ്ങനെ കൊടുക്കും. മെയിൻ പത്രങ്ങൾ ചാനലൊന്നും കൊടുക്കുകയല്ലേ, കൊടുത്തുകൊണ്ടിരുന്നാലേ. കാരണം ഇവന്മാർ കൈക്കൂലി കൊടുക്കുകയെ, PSCക്കാരും ഒക്കെ നേരത്തെ പറയും ഇങ്ങനെ വല്ലതും വന്നെങ്കിൽ കൊടുക്കരുത്. ഇന്റർവ്യൂ ബോർഡിനെയൊക്കെ ഒത്തിരി മുകളിലുള്ളവർക്ക് സ്വാധീനിക്കാം, സാധാരണ ഒരാൾക്കൊന്നും പറ്റത്തില്ല. പിണറായി വിചാരിച്ചാൽ എന്താ നടക്കുകയില്ലാത്തത്? അതെല്ലാ കാലത്തും ഉണ്ട് അങ്ങനത്തെ സ്വാധീനങ്ങൾ. സാധാരണ ഒരു വ്യക്തിക്കൊന്നും പറ്റത്തില്ല. പാർട്ടി അത് ഉന്നത നേതാക്കൾക്കേ പറ്റത്തുള്ളൂ. ഉപ്പ ഒന്നും പറ്റത്തൊന്നുമില്ല. ഇപ്പോഴും പറ്റുകയില്ല. സാധാരണ സഖാക്കൾക്ക് ഇപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റുമോ? പിണറായി വിചാരിച്ചാൽ എന്തും നടക്കും. അങ്ങനെ മന്ത്രിമാര് വിചാരിച്ചാലും നടക്കും, അല്ലാതെ ഒന്നും നടക്കുകയില്ല. അപ്പൊ ഇവിടെ K എഴുതിയെടുത്തോ? K = 0. എഴുതിയെടുത്തില്ലെങ്കിൽ എഴുതുക. നിങ്ങൾ എഴുതിയിട്ടാണ് ഇരിക്കുന്നത്, അവരെഴുതിയില്ല എന്ന് തോന്നുന്നു. അപ്പൊ K = 1-നാണ് അന്ന് മാർക്ക് കൊടുത്തത്. അതെനിക്ക് തോന്നുന്നത് Z എന്നുള്ളത് X എന്നുള്ള Z ആയി പോയതായിരിക്കും. പിന്നെ ഡിലീറ്റ് ചെയ്യണ്ട. അല്ല, K1 ഇല്ലേ ഇതിനകത്ത്? അല്ല, 0 ഉണ്ടല്ലോ, അത് കൊടുത്താൽ മതി. 1 കൊടുത്തിരിക്കുന്നത്. ഡിലീറ്റ് ചെയ്യുമൊന്നും വേണ്ട. അതൊക്കെ അശ്രദ്ധയാണത്. അതൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നത് 3-4 പേരെ കൊണ്ട് ഇടിയിപ്പിച്ച് ഇവര് അതിൽ നിന്ന് എടുക്കുന്നതാണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് അറിയത്തില്ല, ഞാനല്ലെന്ന് എനിക്കറിയാം. ഞാൻ ഈ 2013 ഞാൻ ഇട്ട പിള്ളേർക്കാണ് മുഴുവൻ ഇതേ. അന്ന് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു വരത്തി ഞാൻ ചോദിച്ചിട്ടെന്നൊക്കെ പറഞ്ഞു. വേറെ പിള്ളേർ എന്നോട് വന്ന് പറഞ്ഞു 2017 പഠിച്ചവരെ ഇങ്ങനെ തൃശ്ശൂരൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്.
അത് ഇത്രയും കൂടുതൽ പഠിപ്പിക്കുന്നുണ്ട് വന്നതാണ്. അത് പിന്നെ എനിക്ക് ദോഷമൊന്നും ചെയ്യത്തില്ലല്ലോ, എനിക്ക് നല്ലതല്ലേ അങ്ങനെ പറയുന്നത്. അത് അവരും ഫലിത രൂപത്തിൽ പറഞ്ഞായിരിക്കും. അങ്ങനെ ചെയ്യുക എന്നുള്ളത് തന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാതെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ വിചാരിച്ചാലേ അങ്ങനെ ഇടത്തുള്ളൂ. ഇവിടെ പഠിക്കാത്ത ഒരുത്തന്നെ പൂജ്യം, എല്ലാവർക്കും പൂജ്യമായിരിക്കും. എനിക്ക് ജോലി കിട്ടാതിരിക്കുന്നത് എങ്ങനെയാ? കൂടുതൽ മാർക്കുള്ളവർക്ക് റാങ്ക് ലിസ്റ്റ് വരത്തില്ലേ? അല്ല, അങ്ങനെ മുഴുവൻ അങ്ങനെ ഇടത്തില്ലല്ലോ. 2-3 ചോദ്യമെങ്കിലും സിമ്പിളായിട്ടുള്ള ഇടും, സിമ്പിളായിട്ടുള്ള. അപ്പൊ ഇവിടെ വരുന്നവർക്ക് മുഴുവൻ കിട്ടുമെന്നേരം. അല്ല, പഠിപ്പിക്കാതെ ഞാൻ എങ്ങനെ ജീവിക്കുന്നത്? എങ്ങനെയാണ് അത്? നിയമമല്ലേ, എല്ലാ നിയമം അനുസരിച്ചല്ല നടക്കുന്നത്. നിയമം അനുസരിച്ച് പറ്റത്തില്ല. നിയമം അനുസരിച്ചുണ്ടെങ്കിൽ ബന്ധു പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്തൊന്നും വരരുതെന്നാണ് എൻ്റെ ഒരു കൂടി. അപ്പൊ അങ്ങനെ അല്ലല്ലോ സംഭവിക്കുന്നത്. ഇതും നമുക്ക് പെട്ടെന്ന് എഴുതാമെന്ന എങ്ങനെയാന്ന് പറയാതെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു തിയറം പറഞ്ഞല്ലോ, ഒരു ഫംഗ്ഷൻ, ഇത് കേൾക്കുക, ഫംഗ്ഷൻ അനാലിറ്റിക് ആകണമെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇസഡ് എന്ന് പറഞ്ഞു. അപ്പൊ K0 അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് വൈയിലുള്ള ഒരു എക്സ്പ്രഷൻ വരത്തില്ലേ? പക്ഷെ K0 ആണെങ്കിൽ ഇത് cos0, പിന്നെ വൈ ഇല്ലല്ലോ. വൈയെ ഇൻഡിപെൻഡന്റ് ആകണമെങ്കിൽ K0 ആയേ പറ്റത്തുള്ളൂ. അപ്പൊ എഴുതാം, അത് ഓറിട്ട് എഴുതിക്കോളെ. ഓറിട്ടിന്റെ ആൻസർ പറയാം. ഇഫ് FZ is analytic, if FZ is analytic, then it depends only on Z. It depends only on Z. And if K not equal to 0, if K not equal to 0, then FZ depends on Z and Y. Depends on Z and Y. K0 അല്ല പിന്നെ Y വരത്തില്ലേ? 0 into Y 0 ആയി പോകത്തില്ലേ? പിന്നെ Y വരത്തില്ലല്ലോ. So FZ depends on Z if and only if K equal to 0. FZ depends only on Z. Depends only on Z if and only if K equal to 0. അപ്പോൾ K0 എന്ന് വരും ഉത്തരം. ഇപ്പോൾ സമയം എത്രയായി? വീഡിയോ 1 മണിക്കൂറായോ? കൃത്യം സമയമോ? എന്നാൽ അടുത്ത വീഡിയോ ആക്കിയേ.